ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ചിക്കൻ മോമോസ് ഉണ്ടാക്കാം. ഇതെൻ്റെ സ്വന്തം എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഷേപ്പൊന്നും ഒട്ടും കറക്റ്റല്ല. പക്ഷേ എൻ്റെ സ്വന്തം എക്സ്പെരിമെൻറ്റുകൾ മാത്രം നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കുഴച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ അതിന് വേണ്ട മാവില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയും ഉപ്പും വെള്ളവും ചേർത്ത് പിന്നെ ഇത്തിരി ഓയിലും ചേർക്കാം. എന്നിട്ടത് കുഴച്ച് ചപ്പാത്തി മാവൊക്കെ കുഴച്ച് മാറ്റി വയ്ക്കണ പോലെ കുഴച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ആ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായി, ഓയിലൊഴിച്ചു, ആവശ്യത്തിന് ഓയിലൊഴിക്കാം. അങ്ങനെ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ഉള്ളിയും ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി, ഇഞ്ചിയും കുറച്ച് മതി. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നമ്മളൊരു ഇതനുസരിച്ച് ഇട്ടാൽ മതി. അങ്ങനെ അതിലേക്ക് പിന്നെ വലിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒന്ന് കുക്കായി എന്ന് തോന്നുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. അതിന് ശേഷം അതേ ചട്ടിയിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് കണ്ട് ഫ്രൈ ചെയ്ത് കരിയിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, കുറച്ചൊന്ന് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ എല്ലാ കഷ്ണവും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ കേടുന്ന റെസിപ്പികളുണ്ടാവും, കുറേ നല്ല റെസിപ്പികളുണ്ടാവും. എന്താണെങ്കിലും എൻ്റെ എക്സ്പെരിമെൻറ്റുകളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ആദ്യത്തെയൊക്കെ കുറച്ച് കുളമായാലും പിന്നെ റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ച് മാറ്റിയതിന് ശേഷം മിക്സിയിലൊന്ന് കൊണ്ടുപോയി ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ വഴറ്റി വെച്ച ഉള്ളിയും ക്രഷ് ചെയ്ത ചിക്കനും കൂടെ മിക്സ് ആക്കിയാലാണ് ഈ മോമോസിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ആയിട്ട് നിറയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള അതും ഈ ചിക്കനും മിക്സ് ചെയ്തിട്ട് വേണം ആ മോമോസിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വയ്ക്കാൻ. അപ്പം നമ്മൾ മൈദ ഉരുട്ടി പരത്തി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഷേപ്പൊക്കെ ആക്കാൻ കുറച്ച് പണിയാണ്. എല്ലാം കൂടെ നമ്മൾ ചെയ്യാൻ ഏറ്റെടുക്കുകയും ചെയ്തു, കുറച്ച് പണിയാണ്. അങ്ങനെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഓരോ വട്ടത്തിലും ആവശ്യത്തിന് വേണ്ട ഫില്ലിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഒറ്റയ്ക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് ശീലമാകുമ്പോൾ എക്സ്പേർട്ട് ആയിക്കോളും. പക്ഷേ ഫസ്റ്റ് ട്രൈ ഒക്കെ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഈ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഷേപ്പാക്കി എടുക്കണം. ഷേപ്പാക്കി എടുക്കലാണ് ഏറ്റവും പണി. ഒരുപാടെണ്ണം ഉണ്ടാക്കി നോക്കി, അതിലൊക്കെ ഷേപ്പ് കിട്ടണില്ല. ലാസ്റ്റ് ഒരു വിധം ഷേപ്പ് ഒത്തതാണ് ഈ 3 എണ്ണം. അതാണ് ഇത് കാണിക്കണേ. ഷേപ്പില്ലാത്തൊക്കെ ഒരു വിധം സ്റ്റീം ചെയ്തെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തെ. അപ്പോൾ ഇതും കൂടെ സ്റ്റീം ചെയ്യാം. അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും ഷേപ്പില്ലാത്തതുകൊണ്ട് കാണിക്കണില്ല. ഇതൊരുവിധം കുഴപ്പമില്ലാന്ന് തോന്നി. ഇതും ഷേപ്പ് കറക്റ്റൊന്നുമല്ല. അങ്ങനെ ഇത് വെന്തിട്ടുണ്ട്. ഷേപ്പില്ലെങ്കിലും കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ.